മണ്ഡലങ്ങളിൽ അതെ കാസർഗോഡ് നിങ്ങൾക്ക് ഉദുമ പിടിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഒരു ഉദുമയൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞു. അതാണ് അവിടെയാണ് പ്രശ്നം. മഞ്ചേശ്വരം ഓക്കെ അല്ല, കാസർഗോഡ് മഞ്ചേശ്വരം ഓക്കെ. നമുക്ക് ഒന്നുകിൽ ടി.വി. പ്രസാദിനെയും വി.എസ്. രഞ്ജിത്തിനെയും ലേബി സജിത്തിനെയും വിളിച്ചിട്ട് എക്സിറ്റ് പോൾ ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ രാഷ്ട്രീയ ഏജൻസികളുടെ നമുക്ക് എക്സിറ്റ് പോളുകളെ പൂർണ്ണമായി വിശ്വസിക്കാം. പിണറായി വിജയൻ തുടർ ഭരണമില്ല, UDF അധികാരത്തിൽ വരുവാണെന്ന് പറയാൻ ഞാനില്ല. ഞാൻ 100% തള്ളി. ഈ എക്സിറ്റ് പോളിന് 100% തള്ളി. ഒരു സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 60 സീറ്റുകൾ LDF കൊടുത്താൽ കൊടുക്കുന്ന മെസ്സേജ് എന്താ? എല്ലാ എക്സിറ്റ് പോളും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ബംഗാളിൽ NDA വരും നിങ്ങൾ അംഗീകരിക്കണം. പറ്റുമോ? പീപ്പിൾസ് ഇൻസൈറ്റിന്റെ സർവേ പ്രകാരം UDF 66 to 76 വരെയാണ് പറയുന്നത്. LDF 58 to 68 ആണ്. അപ്പോൾ നമ്മളിത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ UDF അനുകൂലമെന്ന് തോന്നാം. പക്ഷേ 66 മുതലാണ് സാധ്യത. അപ്പോൾ അങ്ങനെ അത് ശരിയാക്കുകയാണെങ്കിൽ UDF 66 LDF 68 വരെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതെങ്ങനെ റിസൾട്ടിൽ പ്രതിഫലിക്കുമെന്നൊരു സംശയം. NDAക്ക് പക്ഷേ അത് 10 to 14 വരെ പറയുന്നു. മേലെ പോകാൻ വലിയ കാര്യമല്ലേ? അല്ല, അതിന്റെ കാരണം തന്നെ SAR ഇമ്പാക്ട് ആണ്. 100-ൽ 90 പേര് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ 10 പേര് വോട്ട് ചെയ്യത്തുള്ളൂ. 25 പേര് വോട്ട് ചെയ്യാനുള്ള സ്ഥലത്താണ് 10 പേരായി കുറയുന്നത്. ബംഗാളിൽ നിന്ന് ബംഗാളികളെ പുറത്താക്കുന്നു എന്നുള്ള വികാരം ശക്തമാണ്. അങ്ങനെയെങ്കിൽ മമതയുടെ വിജയം വൻ വിജയമായിരിക്കും. 100%. അതാണ് BJPക്ക് ഒരു വലിയ തിരിച്ചടിയാവാൻ പോകുന്നത്. കേരളത്തിലും BJPക്ക് തിരിച്ചടിയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ SAR ആണ്. അത് പ്രത്യേകിച്ച് മഞ്ചേശ്വരത്ത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. അവസാനം SDP വോട്ട് UDF കൊടുക്കില്ല എന്ന് പറഞ്ഞെങ്കിലും അവസാനത്തെ നിമിഷം വോട്ട് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത് 10,000 വോട്ടാണ് അവിടെ വ്യത്യാസം. അവിടെ UDF അനുകൂലമായിട്ട്, അതായത് മഞ്ചേശ്വരം കിട്ടുമെന്ന് കരുതി മഞ്ചേശ്വരം കിട്ടാൻ പോകുന്നില്ല. കാസർഗോഡ് BJPക്ക് കിട്ടുമെന്ന് കരുതി കാസർഗോഡും കിട്ടാൻ പോകുന്നില്ല. പിന്നീടുള്ളത് നിയമമാണ്. നിയമത്തെ വോട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ FCR ഒരു ഘടകമാണ്. മഞ്ചേശ്വരത്ത് അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് മകന് പോലും വോട്ടില്ല എന്നുള്ളതാണ്. BJPയുടെ ജില്ലാ അധ്യക്ഷയുടെ മകന് പോലും വോട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ടുഡേസ് ചാണക്യൻ്റെ അടക്കമുള്ള ഈ ഒരു സാമ്പിൾ സൈസ് നമ്മൾ നോക്കുമ്പോൾ അത് ഒരു കൃത്യമായി നമുക്ക് ഇത് കറക്റ്റാണോ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ സാമ്പിൾ സൈസ് ഉള്ളത്. 11 സീറ്റ് വരെ പറയുന്നുണ്ട്. 11 സീറ്റ് വരെ പറയുന്നുണ്ട് ടുഡേസ് ചാണക്യ. അതാണ് നമുക്കത് 20% വരെ. ഈ 11 സീറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വോട്ട് ഷെയർ വെച്ചായിരിക്കാം ഒരുപക്ഷെ 11 സീറ്റ് നൽകുന്നത്. ആ 6 സീറ്റ് എവിടെയാണ് കിടക്കുന്നത്? തൃശ്ശൂരിലാണ്. തൃശ്ശൂരിലെ രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ എന്നേ മാറി. അവിടെ സുരേഷ് ഗോപി വിജയിച്ച ശേഷം വെറും മാസങ്ങൾ കൊണ്ട് തന്നെ രാഷ്ട്രീയം അവിടെ മാറിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ വോട്ട് ഷെയർ നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായി അറിയാം BJPക്ക് എത്രത്തോളം മേൽക്കൈയുണ്ട് എന്നുള്ളത്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ അതിൻ്റെ മേലൊരു ടേക്ക് എന്ന നിലയിൽ പറയാനുള്ളത്, കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലനം 4-ാം തീയതിയിലെ റിസൾട്ടിൽ ഉണ്ടാകും. അത് ഇതിനേക്കാൾ വലിയ പ്രഹരം ഇടതുപക്ഷത്തിന് നൽകുന്നതായിരിക്കും. 100 സെഞ്ചുറി ഉണ്ടാവോ? ഇല്ല, എൻ്റെ കണക്കൂടലിൽ 85-നും 90-നും ഇടയിലാണ് അത് പരമാവധി ഒന്ന് നിൽക്കുക. ഇനി പ്രതിപക്ഷ നേതാവായി പിണറായിക്ക് ഇരിക്കാൻ കഴിയാത്ത പ്രഹരമായിരിക്കും ഇടതുപക്ഷത്തിന്. കേരളത്തിൽ അതിശക്തമായ ഇരുമുന്നണികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും ഉണ്ടാവുക. മൂന്നാമത്തെ ഒരു മുന്നണിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത കാണുന്നില്ല. അതായത് ഇത്രയും സർവേകൾ പറഞ്ഞിട്ടും അങ്ങ് BJP അക്കൗണ്ട് തുറക്കില്ല എന്നുള്ള അങ്ങയുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ 4-ാം തീയതി നമുക്കൊന്ന് കാണേണ്ടി വരും. എന്തായാലും നമുക്ക് ഫലം എന്താണെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ആ കാര്യത്തിൽ ചർച്ചയിലേക്ക് പോകാം. കാരണം 0 to 7 ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും കൗതുകത്തോടെ നോക്കുന്നത് ഈ അക്കൗണ്ട് ഓപ്പണിംഗ് ആയിരിക്കും, അല്ലേ ജോഷി? BJPയുടെ അതെ BJPയുടെ അതെ